നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 പ്രകൃതിയിൽ നിന്ന് ആധ്യാത്മിക തത്വങ്ങൾ പഠിക്കേണ്ടതെങ്ങനെയെന്ന് ഉദ്ധവനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്ന ഭാഗം ഭാഗവതത്തിലുണ്ട്. യദു മഹാരാജാവും ഒരവധൂതനും കണ്ടുമുട്ടിയ സംഭവത്തിലൂടെയാണ് അത് വിവരിക്കുന്നത്. യദു രാജാവ് ഒരിക്കൽ വനത്തിലൂടെ നടക്കുമ്പോൾ അത്യന്തം സന്തുഷ്ടനും ആനന്ദചിത്തനുമായ ഒരവധൂതനെ കാണാനിടയായി. ആത്മജ്ഞാനിയുടെ സർവ്വലക്ഷണങ്ങളും അവധൂതനിൽ കണ്ട രാജാവ് അദ്ദേഹത്തോട് അതിനുള്ള കാരണം ചോദിച്ചു. അതിനു മറുപടിയായി അവധൂതൻ പറഞ്ഞു, എൻ്റെ വിവേചന ശക്തിയും നിരീക്ഷണവും ഉപയോഗിച്ച് ഞാൻ പ്രകൃതി വസ്തുക്കളിൽ നിന്ന് പരമജ്ഞാനം നേടി. പ്രകൃതിയിലെ പല വസ്തുക്കളും എനിക്ക് ഗുരുവായി ജ്ഞാനം പകർന്നു തന്നു. അവധൂതൻ തുറന്ന മനസ്സോടെയും ജിജ്ഞാസയോടെയും സമർപ്പണത്തോടെയും ശ്രദ്ധയോടെയും പ്രകൃതിയെ നിരീക്ഷിച്ചപ്പോൾ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും പക്ഷിമൃഗാദികളും ബാലന്മാരുമൊക്കെ അദ്ദേഹത്തിന് ജ്ഞാനദാതാക്കളായ ഗുരുക്കന്മാരായി തീർന്നു. അവധൂതന് ഗുരുക്കന്മാരായി തീർന്നവരെക്കുറിച്ച് നാളെ മനസ്സിലാക്കാം. തുടർന്ന് സദ്ഗുരുവചനം കേൾക്കാം. പരമാത്മാവിന്റെ അനന്തവൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം പാരായണം ചെയ്യുന്നത് കേൾക്കാം. ധീയന്ത്രേണ വചോ ഘടേന കവിതാഗുല്യോപകുല്യാക്രമൈഃ ആനീതൈശ്ച സദാശിവസ്യ ചരിതാംഭോരാശി ദിവ്യാമൃതൈഃ ഹൃത്കേദാരയുതാശ്ച ഭക്തികലമഃ സാഫല്യമാതന്വത്തെ ദുർഭിക്ഷാൻ മമ സേവകസ്യ ഭഗവൻ വിശ്വേശഭീതി കുതഃ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ഈശ്വര തത്വവിചാരം ചെയ്യുന്ന ബുദ്ധിയിലൂടെ വാക്കുകൾ കൊണ്ട് സ്തുതിച്ച് ഭഗവത് കീർത്തനങ്ങളാകുന്ന നീർച്ചാലിലൂടെ ഭഗവത് ചരിതമാകുന്ന ജലം ഒഴുകി ഹൃദയമാകുന്ന വയലിലെത്തുമ്പോൾ അവിടെ ഭക്തിയാകുന്ന നെൽച്ചെടികൾ ധാരാളം വളരുന്നു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയുണ്ടാകില്ലെന്ന് ഭക്തിയുടെ മഹിമയെക്കുറിച്ച് വിവരിക്കുന്ന ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ
40-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗത്തുള്ള മിക്ക ശ്ലോകങ്ങളും ആലങ്കാരികമായി അല്ലെങ്കിൽ കാൽപ്പനികമായൊക്കെ ഭഗവൻ മഹിമ വർണ്ണിക്കുന്നതാണ്. ഇവിടെ ഭഗവാന്റെ സേവകനായ തനിക്കൊരിക്കലും ഭക്ഷണം ലഭിക്കായിക വരില്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ട്? ഭഗവത് ചരിതങ്ങളാകുന്ന ഒരിക്കലും പറ്റാത്ത ജലാശയങ്ങളിൽ നിന്ന് വിചാരം ചെയ്ത് ഭക്തിയുടേതായ കൈവഴികളിലൂടെ വെള്ളം ജലസേചനം ചെയ്ത് നല്ലപോലെ വളർത്തപ്പെടുന്ന നെൽവയലുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ദുർഭിക്ഷ വരില്ല എന്ന് പറയുകയാണ്. എങ്ങനെയുള്ള നെൽകൃഷിയാണ്? ധീയന്ത്രേണ വചോഘടേന കവിതാകുല്യോപകുല്യാക്രമൈ. ഹേ വിശ്വേശ, അല്ലയോ വിശ്വേശ്വര, ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, സേവകസ്യ മമ, അങ്ങയുടെ സേവകനായ എനിക്ക് ദുർഭിക്ഷാത് ഭീതി കുതഃ, ദുർഭിക്ഷയിൽ നിന്ന് ഭീതി എവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. എനിക്കൊരിക്കലും ദുർഭിക്ഷയിൽ നിന്നുള്ള ഭീതിയില്ല. ഭക്ഷണം കിട്ടായിക വരുമോ എന്നുള്ളൊരു ഭയമില്ല. എന്തുകൊണ്ട്? ധീയന്ത്രേണ വചോഘടേന, വലിയ ഏത്തം, ജലസേചനത്തിനായിക്കൊണ്ടുള്ള ഏത്തം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഏതാണിവിടെ വലിയ ഏത്തമാകുന്ന യന്ത്രം? ധീയാണ്, ബുദ്ധിയാണ്. ഈശ്വര തത്വവിചാരം ചെയ്യാൻ സാമർഥ്യമുള്ള ബുദ്ധി. ആ ബുദ്ധിയാകുന്ന വലിയ ഏത്തം, അതിൻ്റെ അഗ്രഭാഗത്ത് വാക്കുകളാകുന്ന ഘടം കെട്ടിയിരിക്കുക. എന്നിട്ട് കവിതകളാകുന്ന കുല്യോപകുല്യകളിലൂടെ ഭഗവത് കീർത്തനങ്ങൾ ചെയ്യുന്ന, ഭഗവത് സ്തുതികളെ ചെയ്യുന്ന കവിതകളാകുന്ന കുല്യോപകുല്യകളിലൂടെ ജലത്തെ ആനയിച്ചിരിക്കുകയാണ്. എവിടുന്നാണ് ജലത്തെ ആനയിക്കുന്നത്? സദാശിവസ്യ ചരിതാംഭോരാശി ദിവ്യാമൃതൈ, സദാശിവൻ്റെ, പരമേശ്വരൻ്റെ ചരിതങ്ങളാകുന്ന ദിവ്യ ജലരാശിയിൽ നിന്നാണ്. ആ ജലരാശിയിൽ നിന്ന് ഈ നീർച്ചാലുകളിലൂടെ വെള്ളം ഏത്തം ഉപയോഗിച്ച് തേവുകയാണ്. അങ്ങനെ ജലസേചനം ചെയ്യുകയാണ്. എന്നിട്ട് ഹൃത്കേദാരയുതാശ്ച, ഹൃദയമാകുന്ന കൃഷിഭൂമിയിൽ, വയലിൽ ഈ വെള്ളം എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഭക്തികളമാഹ, ഭക്തിയാകുന്ന നെൽച്ചെടികൾ അങ്ങനെ വിളഞ്ഞു നിൽക്കുക. അത് സാഫല്യമാതന്വതയെ, സഫലതയെ, ആതന്വതയെ, നല്ലപോലെ നെല്ലിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എവിടെയാണ് ദുർഭിക്ഷ ഉണ്ടാവുക? ഉണ്ടാവില്ല. ധാരാളം നെല്ല് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വളരെ ചിന്തനീയങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ, ഒന്ന്, നല്ലപോലെ ചാലുകളും നീർച്ചാലുകൾ, കൈവഴികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ അതിലേക്ക് ഒഴിക്കണമെങ്കിൽ ഏത്തം വേണം. അതില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇവിടെ ഏത്തമുണ്ട്. ഏത്തത്തിൻ്റെ യന്ത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വെള്ളം മുക്കാനുള്ള തൊട്ടി വേണം. അതുകൊണ്ട് ഏത്തമുണ്ട്, തൊട്ടിയുണ്ട്, കൈവഴികളായി ചാലുകൾ കീറിയിട്ടുമുണ്ട്. പക്ഷേ വെള്ളം വറ്റിപ്പോയാലോ? ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇവിടെ ഒരിക്കലും പറ്റാത്ത ജലാശയമാണ്. സദാശിവൻ്റെ ചരിതങ്ങളാകുന്ന ജലരാശിയാണ്. സകല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭക്തിശാസ്ത്രങ്ങളും വൈദിക ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാന്റെ മഹിമാകീർത്തനങ്ങളാണ്. അവ അനന്തങ്ങളാണ്. അവയ്ക്കൊരിക്കലും വറ്റലില്ല. അത്ര നിറഞ്ഞ ജലമാണ്, സമുദ്രം പോലെ. അവിടുന്നാണ് മുക്കുന്നത്. അതുകൊണ്ട് വെള്ളവും പറ്റില്ല. അപ്പോൾ എന്താണിവിടെ? ഏത്തം ബുദ്ധിയാണ്. ഈശ്വരതത്വ വിചാരം ചെയ്യുക, വാക്കുകൊണ്ട് സ്തുതിക്കുക, വാക്കുകൊണ്ട് സ്വയം കീർത്തിക്കുക, അതാണിവിടെ ഘടം. ഈ നീർച്ചാലുകളോ എല്ലാം ഭഗവത് കീർത്തനങ്ങളാകുന്ന കവിതകളാണ്. അതിലൂടെയാണ് ഇത് എത്തിക്കുന്നത്, നമ്മളിലേക്ക് എത്തിക്കുന്നത്. എവിടുന്ന്?
ഭഗവാന്റെ മൂലചരിതങ്ങളിൽ നിന്ന്, വേദവൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കീർത്തനങ്ങളിലൂടെ ആനയിച്ച്, ഇതൊരു കൽപ്പനയാന്ന് നോക്കൂ. അപ്പോൾ ഋഷിപ്രോക്തങ്ങളായിരിക്കുന്ന വേദവൈദിക ശാസ്ത്രങ്ങളിലെ നിറഞ്ഞ ജലാശയത്തിൽ നിന്ന് കവിതകളാകുന്ന കുല്യകളിലൂടെ, നീർച്ചാലുകളിലൂടെ ഈ ജലം ഇങ്ങനെ ഒഴുകുക, ഭഗവത് ചരിതങ്ങളാകുന്ന ജലം. അതിനിതിലേക്ക് തേവി തേവി ഒഴുക്കേണ്ടതാരാ? ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ടുള്ള വിചാരം. അവിടെ ബുദ്ധിയാകുന്ന ഏത്തുണ്ടെങ്കിലും സ്വയം കീർത്തനം ചെയ്യുന്നില്ലെങ്കിൽ ഇതിലേക്ക് ജലം വരില്ല. അതുകൊണ്ടാണ് വാക്കിനെ അവിടെ ഘടമായി കൽപ്പിച്ചത്, വജോഘടം. ഇതൊരു മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. അങ്ങനെ ഈ കുല്യകളിലൂടെ വെള്ളം വന്നിട്ട് ഹൃത്കേദാരം, ഹൃദയമാകുന്ന അന്ധകരണമാകുന്ന വയലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മുഴുവൻ ഭക്തികളമാഹ, ഭക്തിയുടെ നെൽച്ചെടികൾ വളർന്നു നിൽക്കുന്നു. വരുക മാത്രമല്ല, സാഫല്യമാതന്വതേ, സഫലതയെ, ധാരാളം നെല്ലുണ്ടായിരിക്കുകയാണ്. നെല്ലിനെ ഉണ്ടാക്കുന്നു, ഫലങ്ങളെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മമ സേവകസ്യ, അങ്ങയുടെ സേവകനായ എനിക്ക് ദുർഭിക്ഷാത് ഭീതിഹി നാ, ദുർഭിക്ഷത്തിൽ നിന്ന് ഭീതിയില്ല. അവിടെ ഇല്ല എന്ന് പറയുന്നതിന് പകരം കുതഹ എന്ന് ചോദിക്കുക ചെയ്യുന്നത്. എനിക്ക് എവിടെ ഭീതി ഉണ്ടാവാനാ? ഉണ്ടാവില്ല എന്നർത്ഥം, ഒട്ടും ഉണ്ടാവില്ല. ഹേ വിശ്വേശ, വിശ്വത്തിന് മുഴുവൻ ഈശ്വരനായവനെ, അല്ലയോ ഭഗവാനെ. ഇപ്പോൾ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ജ്ഞാനവും വൈരാഗ്യവും മോക്ഷവും ആരിൽ ഒത്തുചേർന്നിരിക്കുന്നോ അയാളെ പറയുന്ന പേരാണ് ഭഗവാൻ. ഹേ ഭഗവൻ, ഹേ വിശ്വേശ, എനിക്കൊരിക്കലും ദുർഭിക്ഷ ഉണ്ടാവില്ല എന്ന് ഭക്തിയുടെ മഹിമയെ കീർത്തിക്കുക ചെയ്യണത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ക്ഷേത്രാചാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പങ്ക്തിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 ചോദ്യങ്ങളാണ് എന്താണ് ആചാരങ്ങൾ, എന്താണ് അനുഷ്ഠാനങ്ങൾ എന്നുള്ളത്. രണ്ടും 2 പദങ്ങൾ തന്നെയാണ്, 2 അർത്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം ആചരിച്ച് വരുന്നത് എന്നാണ്. ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രപ്രമാണം ആചാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. ഓരോ ദേശത്തും ആ ദേശത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഓരോ കുലത്തിനും കുലത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഓരോ സമുദായത്തിനും സമുദായത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. കുടുംബങ്ങൾക്ക് ആചാരങ്ങളുണ്ട്. അത്തരത്തിൽ ആചാരങ്ങൾ പലതരത്തിൽ വൈവിധ്യപൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലല്ല. അനുഷ്ഠാനങ്ങൾ കേവലം ആചാരങ്ങളെ പോലെ ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അനുഷ്ഠാനങ്ങൾ സാർവത്രികമായി ഏകമാത്രമായിട്ട് അതിനൊരു പൊതു സ്വഭാവം അതിനുണ്ടാകാം. വിഷു നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓണം, വിഷു മുതലായ ആഘോഷങ്ങൾ നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. ഇവയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുഷ്ഠാനം എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ എടുക്കാം. എന്നാൽ ഓണത്തിൻ്റെ തന്നെ ആഘോഷ വൈവിധ്യങ്ങൾ കേരളത്തിൽ ഓരോ ദേശത്തും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ വിഷു പോലുള്ള ആഘോഷങ്ങൾ ആചരിച്ചു വരുന്നത് സാമാന്യമായ അനുഷ്ഠാനക്രമത്തിലുള്ള ആചരണങ്ങൾ ഒരുപോലെയാണെങ്കിലും അതിലത്തെ ആചാര വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് ഓരോ ദേശത്തിനും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഈ ആചാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. കേരളീയമായ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കുളിച്ച് ശുദ്ധിയായി വൃത്തിയോടുകൂടി പോകണം എന്നുള്ളത് ക്ഷേത്ര ആചാരങ്ങളിൽപ്പെട്ട ഒരു ആചാരമാണ്. പക്ഷേ ക്ഷേത്ര ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഇതിനെ അനുഷ്ഠാനപരമായിട്ട് ചിന്തിച്ചാൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കുളിക്കുക എന്നുള്ളത് അനുഷ്ഠാനമാണ്. പക്ഷേ അതെങ്ങനെ കുളിക്കണം എന്നുള്ളത് ആചാരമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളീയമായ ആചാര വൈവിധ്യത്തിൽ മുങ്ങിക്കുളിക്കാണ് പ്രാധാന്യം. മുങ്ങിക്കുളിക്കുമ്പോൾ മാത്രമാകുന്ന പൂർണ്ണമായിട്ടും ശുദ്ധമാവുക എന്നൊരു സങ്കല്പം പൗരാണിക കാലം മുതൽക്ക് തന്നെ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ പരദേശ സമ്പ്രദായങ്ങളിലേക്ക് കടക്കുമ്പോൾ മുങ്ങിക്കുളിക്കുന്നതിന് പകരം
ബാത്റൂമിൽ കോരി കുളിക്കുക, വെള്ളം കോരി കുളിക്കുക എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾക്കാണ് പരദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പ്രാധാന്യം കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഓരോ ദേശങ്ങൾക്കും ഉള്ള വ്യത്യാസമാണ്. ഇത്തരത്തിൽ അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർബന്ധമായും പാലിക്കപ്പെടേണ്ടതാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം എന്നത് അവിടുത്തെ അനുഷ്ഠാനമാണ്. അത് ആചരിക്കുന്നത് എങ്ങനെയോ എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പും വലിയ ആഘോഷപൂർവ്വമുള്ള മേളവും അങ്ങനെയുള്ള ആഘോഷങ്ങളാണ് ഉത്സവത്തിൽ കാണാൻ സാധിക്കുക. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പകരം തിടമ്പ് നൃത്തം അല്ലെങ്കിൽ തെയ്യം പോലുള്ള ആചരണങ്ങൾ, അങ്ങനെയുള്ള ക്രമങ്ങളെയൊക്കെ വിവിധ സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ആചരിച്ചു വരുന്നത് കാണാം. ഇത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആചാര പദ്ധതികളാണ്. ഇതേപോലെ കേരളത്തിൽ തന്നെ ഓരോ തെക്കേ അറ്റത്തുള്ള ആചാരങ്ങളായിക്കൊള്ളണമെന്നില്ല വടക്കേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഭക്ഷണ രീതിയിൽ പോലും ഈ ആചാര വൈവിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പദങ്ങൾ തന്നെയാണ്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. സർവ അഭീഷ്ടപ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്ത പത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനമത്രേ അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. കാണൊരു നേരത്തിങ്കൽ ആമയായി വന്നുയർത്തി ആദിതേയന്മാർ തന്റെ ആമയമെല്ലാം. കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്തിലാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ടൗണിൽ നിന്നും കുമ്പള ബദിയെടുക്ക റൂട്ടിലെ നായിക്കാപ്പ് ജംഗ്ഷനിലെത്തി അവിടെ നിന്നും തെക്കുഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. മന്മനമാതങ്കത്തിൻ സിന്ധുവിലാഴും നേരം വളരെ അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല. ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും. ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും ബലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തുവാൻ. മന്ദാനം പാലാഴിയിൽ മന്ദമന്ദം കണ്ടങ്ങു കാണൊരു നേരത്തിങ്കൽ ആമയായി വന്നുയർത്തി. ദ്വാപരയുഗത്തിൽ വില്ലോമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലോമംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം. ദുർമതത്താലേ മാർഗം വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തരായി ഭഗവാനെ നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു. ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി. പൂജാ സാമഗ്രികൾ എടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തന്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി. ആ തള്ളലിന്റെ ശക്തി എന്നോണം ബാലൻ ദൂരേക്ക് തെറിച്ചു വീഴുകയുണ്ടായി. ബാലൻ ദൂരെ ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു. എന്നാൽ സ്വാമിയാർക്ക് ബാലനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാകുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു. സ്വാമികൾ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു. ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി
പടിഞ്ഞാറേ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി. അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുളുകയുണ്ടായി. ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി. തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി. കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്കെ സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി. ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻകാട് എന്നറിയപ്പെട്ടതും അത് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തിയാർജിച്ചതും. സ്വാമികൾക്ക് കാലത്തിന്റെ മഹിമയുടെ ബോധമുണ്ടാക്കിയ ശ്രീ പത്മനാഭസ്വാമി ശയിക്കാൻ മുതിർന്നപ്പോൾ 5 ഭണം വിടർത്തി ഒരു സർപ്പം തന്റെ മുകളിൽ ശയിക്കാൻ അപേക്ഷിച്ചു. അതിൻ പ്രകാരം ഭഗവാൻ ആദിശേഷനായ അനന്തന്റെ മേൽ ശയിച്ചു. ദൈവിക ചൈതന്യത്തിന്റെ മായാവിലാസങ്ങളിൽ ആനന്ദസ്തബ്ധനായി നോക്കി നിന്ന സ്വാമികൾ ഉടൻ തന്നെ സമീപത്തുള്ള മാവിൽ നിന്നും ഒരു മാമ്പഴം പറിച്ചെടുത്ത് ചിരട്ടയിൽ ഭഗവാന് നിവേദിച്ചു. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സ്വാമികൾ തിരിച്ച് ഇവിടെ വന്ന അനന്തപുരത്ത് ശ്രീ അനന്ത പത്മനാഭസ്വാമിയെ ഭയഭക്തിയോടെ പൂജിച്ച് ഏറെക്കാലം ജീവിച്ചു പോന്നു എന്നാണ് ഐതിഹ്യം. യാതൊരു മനുഷ്യ പ്രയത്നത്തിന്റെയും അടയാളമില്ലാത്ത ദിവ്യ തേജസ് കാണപ്പെട്ട ആ ഗുഹ അനന്തപുരം ക്ഷേത്രത്തിൽ ഭക്തിപൂർവം സംരക്ഷിക്കപ്പെട്ടു വരുന്നു. വില്ലോമംഗലത്ത് സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും തീർത്ഥമായി ഈ ഗുഹയുടെ മധ്യത്തിലുള്ള കുഴിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. മന്ദാനം പാലാഴിയിൽ മന്ദമന്ദം കണ്ടങ്ങു കാണൊരു നേരത്തിങ്കൽ. നമസ്കാര മണ്ഡപത്തിന്റെ ഇടതുവശത്തുകൂടി ഭഗവാനെ ദർശിക്കുവാൻ സൗകര്യമുണ്ട്. കരിങ്കല്ലുകൾ കൊണ്ട് പാലം പണിതാണ് സോപാനത്തിന് മുന്നിൽ നിന്ന് ഭഗവത് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. സോപാനത്തിലൂടെ അകത്തേക്ക് കയറിയാൽ മുഖമണ്ഡപത്തിലെത്തും. ഭഗവാന്റെ അഭിഷേകം ഇവിടെ വച്ചാണ് നടത്തപ്പെടുന്നത്. അഭിഷേകം ചെയ്ത ജലം മുഴുവനായി ശ്രീകോവിലിന് ചുറ്റുമുള്ള കുളത്തിൽ വീഴുന്നതിനാൽ കുളത്തിലെ മുഴുവൻ ജലം തീർത്ഥം തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മേൽത്തട്ട് മനോജ്ഞങ്ങളായ എണ്ണഛായാ ചിത്രങ്ങളും മരം കൊണ്ടുള്ള കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കും. കുളത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാല കൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു. അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്ത ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ ഗോശാല കൃഷ്ണന്റേത്. സർവ അഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവിഘ്നം ഭക്തന്മാർക്ക് പുരാതന കാലം മുതൽക്ക് തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു. അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം കൂടിയാകുന്നു. വിശാലമായ തറയുടെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ വനശാസ്ത സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട്. ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്രേ. അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട്. പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും പിന്നീട് അത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞതത്രേ. കൃതയുഗത്തിൽ ആദിദേവത